ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വേസ്റ്റ് ക്ലോത്ത് എന്ന് ഒരു റോസപ്പൂ അതേപോലെ അതിന് ചുറ്റും ഉള്ള ഫ്രില്ല് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണാൻ പോകുന്നത്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ ഉടുപ്പിൽ വെച്ച് പിടിപ്പിക്കാം, ഹെയർ ബാൻഡിൽ വെച്ച് പിടിപ്പിക്കാം, ബോൾ വെക്കാം, പിന്നെ ക്ലിപ്പിൽ വെക്കാം, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉടുപ്പിൽ വെക്കാം. സോ നമുക്കിത് പലതരത്തിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. വേണമെങ്കിൽ ഇതിൽ ചെറിയ ഫോം ആക്കിയിട്ട് ഇതിൽ ബട്ടൺസ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ സോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വേസ്റ്റ് ക്ലോത്ത് എടുക്കാം. ഇങ്ങനെ നീളത്തിലുള്ളത് വേണം നമുക്ക്. സോ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും, അതായത് നീളവും വീതിയും ഓരോ പൂവിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ളൊരു പൂവാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരു 2.5 ഇഞ്ച് വേണം. അപ്പോൾ 2.5 ഇഞ്ച് വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് ഡബിൾ എടുക്കണം. അതായത് 5 ഇഞ്ച് വീതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നീളം എന്ന് പറയുന്നത് ഞാനിവിടെ മെഷർ ചെയ്തിട്ടില്ല. നമുക്ക് അതായത് പൂ ഉണ്ടാക്കി വരുമ്പോൾ നീളം എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീതിയിൽ മാത്രം കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 പൂവ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഞാൻ ആക്ച്വലി എൻ്റെ മോൾക്ക് ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂ ഞാൻ ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ 2 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. സോ ബേസിക്കലി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണം മടക്കിയിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെഷീൻ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് കൊടുത്താൽ മതി. അതാണ് ഈ പൂവിൻ്റെ പ്രത്യേകത. നമുക്ക് തുന്നൽ മെഷീനൊന്നും വേണമെന്നില്ല. ജസ്റ്റ് കൈകൊണ്ട് തന്നെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇവിടെ എനിക്ക് മെഷീൻ ഉള്ള കാരണം ഞാൻ ഇത് മടക്കിയിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. സോ ഞാൻ ഒന്നും കൂടി കാണിക്കാം. വളരെ സിമ്പിളാണ്. അത് മടക്കുക, പകുതിക്ക് വെച്ച് മടക്കിയിട്ട് സൈഡിൽ കൂടെ ഈ പറഞ്ഞ പോലെ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ അത് നമുക്ക് മറിക്കണം. അതായത് ഇപ്പോൾ സ്റ്റിച്ച് കൊടുത്താൽ അത് അഭംഗിയല്ലേ, നമുക്കപ്പോൾ നല്ല വശം വേണം. നല്ല വശത്തിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ സാധാരണ ബ്ലൗസിനൊക്കെ നമ്മൾ ഡോറി ഉണ്ടാക്കില്ലേ, പാവാടയ്ക്കൊക്കെ കെട്ടുണ്ടാക്കില്ലേ, അപ്പോൾ അതെന്താ നമ്മൾ ചെയ്യുക, അതേപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. നമ്മൾ മറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി എടുത്താൽ മതി. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള കത്രിക തന്നെയാണ് എടുക്കുന്നത്. ഒരുപാട് നിറയെ വീതിയുള്ള കാരണം എളുപ്പത്തിൽ നമുക്ക് മറിച്ചെടുക്കാൻ സാധിക്കും. വൺസ് നമ്മൾ മറിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മടക്ക് കൊടുക്കുക, എന്നിട്ട് ഒരു മടക്കും കൂടി കൊടുക്കുക. അങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ആ വശം നീറ്റായതിനു ശേഷം എന്തെങ്കിലും ത്രെഡ് ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം. എന്നിട്ട് ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഈ കാണുന്ന പോലെ മടക്കിയെടുക്കുക. അതിനുശേഷം ഈ ട്രയാങ്കിൾ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ വരെ ഇതേപോലെ ചുരുട്ടിയെടുത്തു കഴിഞ്ഞാൽ അതവിടെ പിടിക്കുക. എന്നിട്ട് നമ്മൾ പിൻവശത്തേക്ക് എഗെയിൻ ഒരു ട്രയാങ്കിൾ പോലെ മടക്കിയെടുക്കുക. സോ ഇത് എനിക്കറിയില്ല പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ ഞാൻ പറയണേക്കാളും കൂടുതൽ ഞാൻ വീഡിയോയ്ക്ക് ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. സോ എഗെയിൻ ഈ ട്രയാങ്കിൾ എവിടെയാണോ അവസാനിക്കുന്നത് ഏകദേശം അവിടം വരെ ചുരുട്ടിയതിന് ശേഷം എഗെയിൻ ഒരു ട്രയാങ്കിൾ പോലെ ഇതേപോലെ മടക്കി വയ്ക്കാം. എന്നിട്ട് ഈ ട്രയാങ്കിൾ ഏകദേശം അവസാനിക്കുന്നത് എവിടെയാണോ അവിടം വരെ ഇങ്ങനെ ചുരുട്ടുക. ഇപ്പം തന്നെ ഒരു റോസപ്പൂവിൻ്റെ ഒരു രൂപമായിട്ട് വന്നിട്ടുണ്ട്. സോ എഗെയിൻ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിൻവശത്തേക്ക് ട്രയാങ്കിളിൻ്റെ രൂപത്തിലേക്ക് മടക്കുക, എന്നിട്ട് ചുരുട്ടി കൊടുക്കുക. അങ്ങനെ ചെയ്യുന്തോറും നല്ലൊരു റോസപ്പൂവിൻ്റെ ഷേപ്പായിട്ട് വരും. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ലെങ്ത്ത് ഞാനിവിടെ നല്ലോണം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു കുഞ്ഞി പൂവാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു കുഞ്ഞി പൂ കിട്ടും. എനിക്കൊരു മീഡിയം സൈസിലൊരു പൂവാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പൂ ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് പൂ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ വെച്ചിട്ട് ഒന്ന് നോക്കി ചെയ്യുക. നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വശം കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിലി നമുക്ക് എത്ര പൂ ഒരു തവണ ഇതിന് ഉണ്ടാക്കേണ്ട ഒരു വശം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിലി എത്ര പൂ വേണമെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പൂവിൻ്റെ വലിപ്പം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇങ്ങനെ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ഇതാക്കി മടക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
നമ്മളിപ്പോൾ റോസപ്പൂ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത് വെച്ചാൽ അറ്റം ഒന്ന് മടക്കി നന്നായി ഒന്ന് അമർത്തി പ്രസ് ചെയ്തതിന് ശേഷം ബാക്കിൽ നമുക്ക് ഒരു തുന്നൽ കൊടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഒന്നില്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള നൂലെടുക്കുക, അല്ലെങ്കിൽ രണ്ടിഴയിൽ നൂലിട്ടിട്ട് വേണം തുന്നാനായിട്ട്. പിന്നെ തുന്നുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മാക്സിമം എല്ലാ തുണിയും കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ ഉണ്ടാക്കി പോവില്ലേ, അത് നന്നായി കൂട്ടിച്ചേർത്ത് തുന്നി കൊടുക്കുക, ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നൂല് പുറത്തേക്ക് കാണാനും പാടില്ല. അതായത് പിൻവശത്ത് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഈ നൂലിൻ്റെ ഭാഗം മുൻവശത്തേക്ക് വന്നിട്ട് പൂവിൻ്റെ പുറത്തു കൂടെ അത് കാണാൻ പാടില്ല, അത് അഭംഗിയാവും. സോ അതൊന്ന് ശ്രദ്ധിക്കുക. അഭംഗിയില്ലാത്ത തരത്തിൽ നമ്മൾ നന്നായി കുറച്ച് പെറ്റൽസ് അതിലത്തെ എല്ലാം കൂടി ഫാബ്രിക് എല്ലാം കൂടി ചേർത്തിട്ട് തുന്നി കൊടുക്കുക, സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ തുന്നൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നമ്മൾ അത് നല്ല സെക്യൂർ ആയിട്ട് ഒരു നല്ലോണം കെട്ടുകൊടുക്കുക. സോ ഞാൻ അങ്ങനെ 2 റോസപ്പൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിന് ചുറ്റും വെക്കാൻ വേണ്ടിയിട്ട് ഫ്രില്ലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് എഗെയിൻ ഞാനിവിടെ ഒരു 4 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണി കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. അത് മടക്കി പിടിക്കുമ്പോൾ 2 ഇഞ്ചായി മാറും. എന്നിട്ട് അതിൻ്റെ അറ്റത്ത്, അതായത് മടക്കിയിട്ട് നമ്മൾ ഈ തുറന്നിരിക്കുന്ന അറ്റല്ലേ, അത് കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ അവിടെ സാധാരണ തുന്നൽ കൊടുക്കുകയാണ് ചെയ്യണത്. തുന്നൽ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 തുന്നൽ കൊടുത്തതിന് ശേഷം അത് നന്നായി വലിച്ചു പിടിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇങ്ങനെ നന്നായിട്ട് ചുരുളും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ നല്ലൊരു ഫ്രില്ല് അത് തനിയെ ഫോമായി വരും എന്നുള്ളതാണ്. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പോലെ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് കൊടുക്കുക, അതേപോലെ ഈ കാണുന്ന പോലെ ഇങ്ങനെ അത് സ്റ്റിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് വലിച്ച് നൂല് പിന്നെ പുറത്തേക്ക് എടുക്കുമ്പോൾ നന്നായി വലിക്കുമ്പോൾ അവിടെ ഇതേപോലെ ഇങ്ങനെ ചുരുണ്ട് വരും. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ തുണി കംപ്ലീറ്റ്ലി തുന്നി കഴിയുമ്പോൾ ഇതേപോലെ നല്ല രസമായിട്ടുള്ള ഫ്രില്ല് ഫോം ചെയ്യും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ പതുക്കെ തുന്നി കൊടുത്തിട്ട് അവസാനം ഈ നൂല് വെച്ച് വലിക്കുമ്പോൾ ഫ്രില്ല് ഫോം ചെയ്തോളും. സോ നമുക്കിനി ഇതിൽ വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യുക, 2 അറ്റവും കൂടി ജോയിൻ ചെയ്യുക. 2 അറ്റവും കൂടെ ഒരുമിച്ച് പിടിച്ച് എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക്, അതായത് പുറത്തേക്ക് നൂല് വരാത്ത പോലെ ഉള്ളിലേക്ക് തിരികിയതിന് ശേഷം 2ഉം കൂടി ചേർത്ത് പിടിച്ചിട്ട് ഒരു തുന്നൽ കൊടുക്കുക. സോ നമ്മുടെ ഫ്രില്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫ്രില്ലിൻ്റെ ഒത്ത നടുക്കിലായിട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റോസപ്പൂ അവിടെ നമ്മൾ വെച്ചിട്ട് നമ്മൾ എഗെയിൻ അത് തുന്നി കൊടുക്കുകയാണ്. സോ ഇതൊക്കെ ഓപ്ഷനിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസപ്പൂവിൽ നിർത്തണം വെച്ചാൽ അങ്ങനെ നിർത്താം. അതല്ല നിങ്ങൾക്ക് ഈ ഫ്രില്ലിൻ്റെ വലിപ്പം കൂട്ടാം, കുറയ്ക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ താല്പര്യമാണ്. സോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോസപ്പൂവിൻ്റെ വലിപ്പം കുറയ്ക്കണമെങ്കിൽ അതിനനുസരിച്ച് വിഡ്ത്ത് കുറയ്ക്കാം ഫാബ്രിക്കിൻ്റെ. അതേപോലെ ഫ്രില്ലിൻ്റെ വലിപ്പം കുറയ്ക്കണമെങ്കിലും ഇതേപോലെ ചെറുതാക്കി എടുക്കാം. എനിക്കിവിടെ വലിയ പൂ വേണമെന്നായിരുന്നു, കാരണം ഞാൻ ഓൾറെഡി കുറേ കുഞ്ഞി പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ക്യാമറയിൽ കാണിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി വലിയ പൂവാണെങ്കിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി വൃത്തിക്ക് കാണാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാനിവിടെ വലിയ പൂ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൂവ് നടുക്കിൽ വെച്ചിട്ട് നല്ല സെക്യൂറായിട്ട് തുന്നിയെടുക്കാം. സോ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം നിറയെ നല്ല കട്ടിയുള്ള തുണിയാണല്ലോ. അപ്പോൾ സൂചി നല്ല മൊനയുള്ള സൂചി എടുക്കുക, അല്ലെങ്കിൽ അതായത് തുന്നാൻ കുറച്ച് പ്രയാസമാവും. സോ നന്നായിട്ട് തുന്നി അത് കെട്ടിട്ട് വെക്കുക. കെട്ടിട്ടതിന് ശേഷം നന്നായിട്ട് അമർത്തിയൊക്കെ ഒന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫൈനലി ഇത് റെഡി ആയിട്ടുണ്ട് പൂവ്. സോ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ മോക്ക് ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ. അപ്പോൾ ഇതെങ്ങനെ ചെരുപ്പ് ആക്കി മാറ്റണ്ടേന്നുള്ള വീഡിയോ അടുത്തത് വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ പൂ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ലൈക്ക് നമുക്ക് ഈ പൂ എടുത്തിട്ട്
ഉടുപ്പിൻ്റെ നടുക്കിലായിട്ട് വെക്കാം, സൈഡിലായിട്ട് വെക്കാം, ബോൾ വെക്കാം, ഹെയർ ബാൻഡിൽ വെക്കാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയ വേറൊരു പൂവാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.